ഹായ്. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കണമെന്ന് ഒട്ടും ആഗ്രഹിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ അതാണ്. അപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ ആൾക്കാർക്ക്. ആരും അങ്ങനെ മനസ്സിലാക്കാൻ പോകുന്നില്ല. വല്ല ചുരുക്കം പേരെങ്കിലും മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ ആരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്കിത് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? എനിക്കും ജീവിക്കണ്ടേ? ഞാനൊരു അമ്മയല്ലേ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയല്ലേ? എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ 2 പിള്ളേർ അമ്മയാണ്. 25 വയസ്സ് 2 പിള്ളേർ അമ്മയാണ്. ഞാനൊരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ലൈഫിൽ കുറേ വിഷമങ്ങൾ ഒഴികെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ ഹാപ്പിനെസ് തകർക്കാൻ ഒരു പശു ആൾക്കാർ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് എന്നെ വീണ്ടും ഇട്ട് ഘോഷിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആർക്കും എന്നെ പേഴ്സണലി അറിയില്ല. അതായത് എന്നെ കുറ്റം പറയുന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ ആർക്കും എന്നെ പേഴ്സണലി അറിയില്ല. എന്നെ നേരിട്ട് കണ്ടൊരു പരിചയമില്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വഴിയോ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരെ കണ്ട് എന്നെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സ് നിങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പം അതിനെനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. കാരണം അതെന്നെ ശരിക്കും ബാധിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു ഫീഡ് ചെയ്യുന്നൊരു അമ്മയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ, നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് അവളെ ഫീഡ് ചെയ്യുമ്പോൾ, ലച്ചുവിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ല. കാരണം 9 മാസമായിട്ടുള്ളവർക്ക് ആ 9 മാസമായ കുഞ്ഞിനെ പുള്ളിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ആമയുടെ ലൈഫ് പോലും ആമ ജനിച്ച് അന്ന് തൊട്ട് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഒരു സമാധാനം സന്തോഷം ഇല്ലാതാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ട് പോകും തോറും വീണ്ടും അതിനകത്ത് കുത്തിത്തിരിപ്പുകൾ കൊണ്ടുവരും, അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യം കൊണ്ടുവരും. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാത്രമല്ല തെറ്റുകാരും. മനസ്സിലായോ? നമ്മൾ സംസാരിക്കാം, നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നിടത്തോളം കാലം അത് നിൽക്കുക തന്നെ ചെയ്യും. കാരണം അവർ പറയുന്നുണ്ട് അവരുടെ വരുമാന മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വരുമാന മാർഗ്ഗമായിട്ട് കണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ തുടക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ ആരും കൊണ്ടുവന്ന് വന്നു. അതായത് ഈ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ, ഇപ്പം സിന്ധുവിൻ്റെ സെക്കൻഡ് ഹസ്ബൻഡായിട്ടിരിക്കുന്ന ആളെ ഒന്നും പരിചയപ്പെടുത്തിക്കൊണ്ടും മകളെ ഒന്നും പരിചയപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്നെടുത്തൊന്നും. ഞങ്ങൾ സ്വന്തമായിട്ട് എനിക്ക് ഭയങ്കര കഴിവുള്ള ആളാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനാണെന്നൊന്നും ഞാൻ പറയാനായിട്ട് എവിടെയും വന്നിട്ടില്ല. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നു. ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആളും വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്തൊരു വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ മറ്റുള്ളവർ, അതായത് സോഷ്യൽ മീഡിയ നിൽക്കുന്നവർ നമ്മുടെ വീഡിയോസ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ ഏറ്റെടുത്തു. അതിന് നിങ്ങൾ നിൽക്കണം ഇതിനകത്തെന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചാറ്റ് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു നമ്മൾ. അപ്പോൾ അതിനകത്ത് അന്ന് തൊട്ട് നമുക്ക് അതിനൊരു അഭിരുചിയുണ്ട്. അതിനകത്തോട്ടൊക്കെ അവരെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഈ പറയുന്ന സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീനെയും സെക്കൻഡ് ഫാദറായിട്ടിരിക്കുന്ന പുള്ളിക്കാരനെയും, സെക്കൻഡ് ഫാദറിനെ എടുത്ത് പറഞ്ഞ് ശരിക്കും മോശമാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ അവരത്ര താഴ്ന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പപ്പ, കാരണം വേറൊരു പേരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് പപ്പ എന്ന് വിളിക്കാറിയത്തുള്ളൂ. അപ്പം പറയുന്ന പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര വേറൊരു തരത്തിലുള്ള പുള്ളിയെ അപ്പം ദൈവമേ, വേറെ എനിക്ക് വയ്യാന്നല്ല, നമുക്കുള്ള കേസ് അതിന് തീർത്തിട്ടല്ല അടുത്ത കേസിലുള്ള. ഇനി പുള്ളിയുടെ പേരെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ് പുള്ളി കൊണ്ട് അടുത്ത ഇനി എവിടെയെങ്കിലും ഇനി മുറിക്കാൻ സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, വേറെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്യ. ചുമ്മാ ആ കേസ് തെളിയുന്ന വരെ നമ്മളിങ്ങനെ ചുമ്മാ നടക്കേണ്ടി വരും. അതാണ് ശരിക്കും ഈ കള്ളക്കേസുകളൊക്കെ കാര്യം നോക്കണം. നമ്മളിങ്ങനെ വെറുതെ നടക്കുക. ഒരു ലാസ്റ്റ് ഇത് സത്യമാണോ, സത്യം ആരുടെ ഭാഗത്താ ശരി എന്നുള്ളതൊക്കെ തെളിയത്തുള്ളൂ. അതുവരെ നമ്മൾ നടക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ ഉള്ള കള്ളക്കേസുകളൊക്കെ നമുക്കൊന്ന് തെളിയട്ടെ. അതിന് ശേഷം നമുക്ക് അടുത്ത കേസ് വേണമെന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, എന്ന് പറഞ്ഞു വന്നോട്ട്, സോറി. അപ്പോൾ പപ്പ പറയുന്ന പപ്പായിക്കൊന്നും സോഷ്യൽ മീഡിയ എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്ന് യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് നാണക്കേടാണ്, ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വൃത്തികേടാണ്, മോശമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് അണിഞ്ഞൊരുങ്ങി ഇടുന്ന, ഭാര്യേനെയും ഭർത്താവൊക്കെ വന്ന് ഇടുന്ന നല്ല ചാനലൊക്കെ തുടങ്ങി നല്ല വീഡിയോസൊക്കെ ചെയ്യുന്ന ഭയങ്കര വീഡിയോസാണ്. ഒരു കുടുംബിനി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക്. ഇതാണ് കുടുംബിനി, ഇങ്ങനെ ആയിരിക്കണം, അമ്മ അല്ല, നമ്മൾ മരുമകളെ മകളായിട്ട് കാണിക്കണം എന്നുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ വീഡിയോ ചെയ്യുന്നത്. അവരാരെയും ഒരു കുറ്റവും പറയുന്നില്ല കേട്ടോ. ആവശ്യം കിട്ടുമ്പോൾ മാത്രം
അവർക്ക് എവിടെയെങ്കിലും കുത്താൻ പറ്റുന്നുണ്ട് അവിടേക്ക് കുത്തുക, അന്ന് കുത്തി 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 നമ്മളെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുക, നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒപ്പിച്ച് തരിക. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ആരായി കുറ്റക്കാർ? നമ്മളായി കുറ്റക്കാർ. അവിടെ ഇവിടെ എന്നെയും എൻ്റെ വീട്ടുകാരെയും അവിടെ എങ്ങനെയായിരുന്നു, അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു, എൻ്റെ മകൾ ഇങ്ങനെയാണ്, എൻ്റെ മകൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതെടുക്കുന്നത് പറയുന്നത്. ഈ പറയുന്ന ഇവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ പറഞ്ഞ എന്നെ നിങ്ങൾക്ക് ആർക്കും പേഴ്സണലി അറിയത്തില്ല, എന്നെ കുറ്റം പറയുന്നവരാണ് ഞാൻ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നെ നല്ല ഒരു ഇത്രയും അനുഭവിച്ച ഒരാളെ മനസ്സിലാക്കിയ ഒരാൾക്ക് ചിലപ്പം ഇതൊന്നും കേൾക്കുമ്പം വിഷമേ വരാറുള്ളൂ. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി ഒന്നെങ്കിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരതിന് പ്രതികരിക്കും, സംസാരിക്കും. പക്ഷെ ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇങ്ങനെയല്ല അവരെ പോലെ, അതായത് സിന്ധു എന്ന് പറഞ്ഞ മെൻറ്റാലിറ്റിയുള്ള സ്ത്രീയെ പോലുള്ളവർക്ക് ഇത് കാണുമ്പം ഭയങ്കര, അവരെ പറയുന്നത് കാണുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലാണ് കമൻറ്റ് ബോക്സിൽ മറ്റുള്ള ചാനൽ തുടങ്ങിയും അവരുടെ ചാനലിനകത്ത് ഒക്കെ കിടന്ന് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു അമ്മ എന്താണെന്ന് മനസ്സിലാക്കി അമ്മയുടെ വിഷമമാണ് അമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടൊന്നുമല്ല. ശരിക്കും അതല്ലല്ലോ കാണിക്കുന്നത്, അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും അതല്ല കാണിക്കുന്നത്. ഒരു മകനില്ലാത്ത വിഷമം അറിയിച്ച് അമ്മ ദിവസങ്ങളോളം കരഞ്ഞ് മകനെ വിളിച്ച്, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊന്നും കരച്ചിലും വെള്ളമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് നിന്നെ കാണിക്കാൻ പറ്റത്തില്ലടാ, നീ വരണം, എൻ്റെ അടുത്ത് തിരിച്ച് വരണം, ഞാൻ പറഞ്ഞ ചെയ്തൊക്കെ പോട്ടെ, ക്ഷമിക്കുന്ന എൻ്റെ അടുത്ത്, നമുക്കൊരു സന്തോഷത്തോടെ ജീവിക്കാൻ എടുക്കാമെന്ന് ഒരു ദിവസം എങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. അല്ല, അവർ സോഷ്യൽ മീഡിയയിൽ അവരെ ഇപ്പം തന്നെ വന്ന് പറയുന്നുണ്ട്, അവരെന്താണെന്നുള്ളത് ഓരോ ഡേ ബൈ ഡേ അവരെന്താണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മോശക്കാരാക്കാൻ നോക്കുന്നുണ്ട്. ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരെന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഒരു പക്ഷം കൂട്ടം ആൾക്കാർ, അതായത് അവരെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ ഞാൻ എടുത്ത് പറയാം, കാരണം പേരുകൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം സിമി പേരേമ്പാടൻ എന്നാണ് ഒരാളുടെ കമൻസാണ്. നുണകളുടെ കൂമ്പാരമാണ് അമ്പലും ഫാരിയും. ആദ്യം ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ അതിന്മേൽ അടുത്ത തെറ്റ്, സ്വന്തം തെറ്റുകൾ മൂടി വെച്ച് വീണ്ടും തെറ്റുകൾ ചെയ്ത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നവർ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അടിപതറി വീഴാം. നുണകളുടെ ചുറ്റുവട്ടാരം തകർന്നിടും. തിരുത്താൻ ഇനിയും സമയമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവൻ നിരാശയും വേദന അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഭാര്യയെ ഫൈന് ഗതികേട് കൊണ്ട് ജീവിക്കുന്നു. ആ പയ്യന് മെൻ്റൽ വരും താമസിക്കാതെ. അപ്പം മെൻ്റൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ ഈ മെൻ്റൽ വരുവാണെങ്കിൽ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് മെൻ്റൽ വരുമെന്നല്ല, ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രെസ്സും ആൻസൈറ്റി, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു തരം അവർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ള ക്രൂരയായിട്ടുള്ള സ്ത്രീകൾ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ ശരിക്കും ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ കമൻസും കാര്യങ്ങളും. ഞാൻ ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ടോ എന്നായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിയിരിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഈ വീഡിയോ കാണുന്നവരൊക്കെ എനിക്കിതെല്ലാം അയച്ചു തരുവാണ്. ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ, അതായത് ഞാൻ ഒരു ഷോപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തി പോകുന്നു. അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാണോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നല്ല ടേൺ ഓവർ, നമുക്കിപ്പം ഈ ഒരു മെറ്റേണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് എനിക്ക് 50 lakhs മേലെ ടേൺ ഓവർ ഈ ഒരു 1 yearനുള്ളിൽ മെറ്റേണിറ്റിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പം എന്നെ സംഭവിച്ച് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ അന്ന് വരെ, ഇത് കല്യാണത്തിന് മുന്നേ വരെ ഞാൻ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചതായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ പോലീസിൽ ജോലി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കൂടുതലും എന്നെ ആരും ഇത് ചെയ്യാനില്ല. അതായത് ഒരാൾ പറഞ്ഞ് നീ ഇന്ന ചെയ്യണമെന്ന് പറയാനല്ലാതെ ഞാൻ ആളുകളിലേക്ക് എൻ്റെ ബിസിനസ്, എൻ്റെ ബിസിനസ് ഇതാണ്, നിങ്ങൾക്ക് ഇന്ന ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് കൊണ്ടുവന്ന് മറ്റേറ്റി വളർത്തെടുത്തിക്കൊണ്ട് വന്ന് നിൽക്കുന്ന കാണുമ്പം ഒന്നുമില്ലാതെ നിൽക്കുന്ന വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ആ ചൊറിച്ചിലാണ് എൻ്റെ നേരെ തീർക്കുന്നെങ്കിൽ അത് ശരിയല്ല. അത് ഇനിയും തുടരാൻ സമ്മതിക്കത്തില്ല. ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾക്ക് നേരിട്ടറിയാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ഡെന സുനിൽ, സിമി പേരേമ്പാടൻ, പിന്നെ റൈറ്റ് അവേ കുറേ പേരുണ്ട്, എനിക്കറിയത്തില്ല ഇവരൊക്കെ ആരാന്ന് പോലും നമുക്കറിയത്തില്ല. കുറേ പേര് വിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിമി പേരേമ്പാടൻ എന്ന് പറയുന്ന സ്ത്രീയെ ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവോ? ഇല്ലല്ലോ. സിമി എന്ന് പറഞ്ഞ അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി ആരും ആയിക്കോട്ടെ, എന്നെ നിങ്ങൾക്ക് അറിയാവോ? അല്ലെങ്കിൽ ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാവോ? സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് നേരിട്ട് എന്തെങ്കിലും വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇന്ന ചെയ്ത് നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ണി കാണാതെ അല്ലെങ്കിൽ നിങ്ങൾ അത് അത്രയും തെളിവോടുകൂടി അറിയാതെ എന്നെ
മോശക്കാരായിട്ട് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാർ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഞാൻ നിങ്ങളടുത്ത് ഇത്ര സംസാരിക്കാൻ നിങ്ങൾക്ക് ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് കടത്തില്ലേ, അവൾ എന്തിനാ എന്നെ അങ്ങനെ സംസാരിച്ചത്, എന്നെ അവൾക്ക് അറിയാവോ അങ്ങനെയാണെന്ന് ചോദിച്ചു സംസാരിക്കുന്നത്. ആ സെയിം അവസ്ഥയാണ് എൻ്റെ. ഇത്രയും നാൾ നിങ്ങൾ തുടർന്നു പോയില്ല, ഇപ്പോഴൊന്നും ഞാൻ സംസാരിക്കാനായിട്ട് വന്നിട്ടില്ല, ഇനി ഇത് തുടർന്നു പോകാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ കൂമ്പാരം എന്ന് പറയാൻ നിങ്ങൾ എന്ത് നുണയാന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും സത്യം എന്നാൽ നിങ്ങൾക്ക് എന്തോ അറിയാം? സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയാണെങ്കിൽ ഈ നിമിഷം വരെ കള്ളങ്ങളുടെ കൂമ്പാരം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കള്ളങ്ങൾ കേട്ടല്ലേ നിങ്ങൾക്ക് അയ്യോ ഇതായിരിക്കും സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും പൊട്ടന്മാരാണ്, മനസ്സിലായോ? അയ്യോ പൊട്ടന്മാരെന്ന് പറയാൻ വേണ്ടി സോറി നിങ്ങൾ അവർക്ക് മേടിക്കുന്ന എന്തോ പറയുന്നത്, സോറി കേട്ടോ, അങ്ങനെ പറഞ്ഞതിന് സോറി. അങ്ങനെ ഇങ്ങനത്തെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറക്കില്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഞാൻ അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെ ഗോഷ്ഠികളാണ് കാണിക്കുന്നത് എടുക്കുന്നത്. ഞാൻ എനിക്ക് എന്തോ ആണോ എൻ്റെ മനസ്സിൽ വരുന്ന ആ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് നേരെ വിരൽ ചൂടേണ്ട അവസരം വന്നാൽ വിരൽ ചൂണ്ടും. എൻ്റെ ബോഡി ലാംഗ്വേജ് മാറുന്നത് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ അത് പുറത്ത് ദേഷ്യവും അമർഷവും പകയുമായിട്ടും അതുപോലെ തന്നെ കണ്ണീരായിട്ടും വരുന്നതാണ്, മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഉള്ളിലെ തീ എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഞാനൊരു അനുഭവിച്ച സ്ത്രീയാണ്. പലപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ മറന്നുകൂടെ, വിട്ടുകൂടെ, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവർ പലർക്കും ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കാത്തവർക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു പരിധി കൂടുതൽ, അത് ഒരു പിന്നീട് അലയൻസ് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം. അത്രയും ഞാൻ അനുഭവിച്ചതോളം എനിക്ക് മാത്രമേ ഞാൻ അത്തോളം ആഴത്തിലാണെന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് വിട്ടുവിടാം, അല്ലെങ്കിൽ ഇത് പിന്നെ പറയുന്നത് ഇതാണെന്നുള്ള ചോദ്യം വരും. പക്ഷെ എനിക്കങ്ങനെയല്ല, എന്നെ സംഭവിച്ചങ്ങനെയല്ല. അനുഭവിച്ചവർക്ക് അതൊരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ജീവിതാവസാനം വരെ മറക്കാൻ വേണ്ടി എൻ്റെ മരിച്ചാൽ പോലും എനിക്ക് മറക്കാൻ പറ്റുന്ന തോന്നില്ല. കാരണം അത്രത്തോളം അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്നെ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്കില്ലാത്ത പേരുകൾ മുഴുവൻ ചേർത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാവാടത്തുമ്പിലാണ് എൻ്റെ ഹസ്ബൻഡ് കിടന്ന് കളിക്കുന്നെടുക്കുന്നുള്ളത്. അതിന് ഞാനൊരു ഉത്തരം ഞാൻ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീക്ക് തരാം. കാരണം അത് ഭയങ്കരമായിട്ട് മകനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകനെ ഇടുന്നതിന് അപ്പം തിരിച്ച് ചോദിക്കാം, അമ്മേനെ ഇത് പറയുന്നത് എനിക്ക് ഇവിടെ ഇടുന്നെടുക്കുന്നത്. കാരണം അമ്മ അതാണ്, മകൻ അതാണോ ഇല്ലെന്നുള്ളത് നോക്കാം. കാരണം മകൻ രണ്ട് ഫാമിലിനെ, എൻ്റെ ഫാമിലിനെയും അതുപോലെ തന്നെ സ്വന്തം അപ്പനെയും അമ്മേനെയും സെക്കൻഡ് ഫാദറിനെ ആണെങ്കിലും അതുപോലെ പൊന്നുപോലെ നോക്കി പെങ്ങൾക്ക് കൊടുക്കാനുള്ളതും പെങ്ങളെ എല്ലാം കൊടുത്ത് നല്ല സ്നേഹത്തോടുകൂടി അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി പുറത്ത് മുന്നോട്ട് ഒരുപാട് നാൾ നല്ല ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഡേ ബൈ ഡേ ഇതുപോലെ ഞങ്ങൾക്ക് തുടർന്നോട് പോയിക്കൊണ്ടിരിക്കാനായിരുന്നെങ്കിൽ അന്നേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതാണ് സിന്ധു അമ്മയെന്ന് പറഞ്ഞ് എനിക്ക് വന്നിരുന്നത് ഇതുപോലെ സംസാരിക്കായിരുന്നു. അന്നൊക്കെ ഞാനും ഒത്തിരി ക്ഷമിച്ചു, ഒത്തിരി ഇനി മുന്നോട്ട് ജീവിക്കണമല്ലോ. ഞാൻ പ്രഗ്നൻസിയിൽ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ പ്രഗ്നൻസിയിലൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ കാരണം ICU കയറി എൻ്റെ ഡെലിവറിയൊക്കെ എങ്ങനെ നടന്നെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ ആമി വന്ന് സന്തോഷ വാർത്ത അല്ലാതെ ഞാൻ എന്തെല്ലാം ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോലും ആരും അറിഞ്ഞിട്ടില്ല. കാരണം അതൊന്നും പറയാൻ നമ്മൾ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. അവരെന്നും അവർ ഇന്ന് തിരുത്തുന്ന നാളെ തിരുത്തുമെന്ന് പറഞ്ഞു പോയി. ഒരിക്കലും ഒരു തിരുത്തത്തില്ല. അവർ 47 വയസ്സിൽ തിരുത്തിയിട്ട് ഇത്ര നാളുടെ അവർ തിരുത്തിയിട്ടില്ല. ഇനിയല്ലേ മുന്നോട്ട് തിരുത്താൻ പോകുന്നത്. അവർ ഇപ്പം വന്ന് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ലൈഫാണ്, ഇതാണ് ഇനിയാണ് എനിക്ക് വേണ്ടി ജീവിക്കേണ്ടത്, ഇത്ര നാളെ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചത്. എല്ലാവരും മക്കൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത്. ആ 47 വയസ്സ് കൊണ്ട് വരെ അവർ മൂടി വെക്കുന്നില്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇനി എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഒന്നും ഇട്ടുകൊണ്ട് വന്നിട്ട് കിടന്ന് ആരും അവസാനിപ്പിക്കുന്നില്ല. എനിക്ക് ഇത്ര വയസ്സായാലോ, എനിക്ക് 25 വയസ്സായോ, ഇപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഇത് ചെയ്യുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, എടുക്കുന്നില്ല. എൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നിങ്ങളുടെ മകൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മാത്രം പറഞ്ഞ് ഇത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരിക്കലെങ്കിലും എന്തൊരു തെറ്റുണ്ടെങ്കിലും എടാ പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ക്ഷമിക്കാനായിട്ട് എപ്പോഴെങ്കിലും നിങ്ങളൊന്നും തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മയുടെ, അതായത് സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയോടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ സ്വന്തം പെറ്റ അമ്മയാണ്. നിങ്ങൾ ഭയങ്കര അമ്മയുടെ വാല്യൂ നിങ്ങൾ ഭയങ്കരമായിട്ട് കടന്ന് പറയുന്നു. അമ്മയാണ് ഞാൻ പ്രസവിച്ചത് മക്കൾക്ക് മാത്രമുള്ളത്. നിങ്ങളുടെ സ്വന്തം അമ്മയുടെ, നിങ്ങളുടെ ഏറ്റവും മൂത്ത ആങ്ങള, നിങ്ങളുടെ കൂടപ്പിറക്കുകൾ ഏറ്റവും മൂത്ത ആങ്ങളുടെ മുന്നിലിരുന്ന് ഏറ്റവും വൃത്തികേടായിട്ടുള്ള ഒരു സ്ത്രീ, മറ്റൊരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത ഏറ്റവും വൃത്തിയായിട്ടുള്ളത് ആണുങ്ങൾ പോലും ഒരു പെണ്ണുങ്ങളോട് കാണിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. ഒരു സിനിമയിൽ പോലും അങ്ങനെ ഒരു രംഗം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാരണം നടുവിരൽ നമസ്കാരം, അതായത് നടുവിരൽ പൊക്കി അവരെ വായിക്കത്തിട്ട് അത്രയും മോശം. ഇത് പറയാൻ ഞാൻ അറയ്ക്കുന്നുണ്ട്. കാരണം അവർ അത്രയ്ക്കും ഒരു ദുഷിച്ചൊരു സ്ത്രീയാണ്. അത് കാണിച്ച് അവർ അമ്മയുടെയും അവരുടെ ആങ്ങളെ മുന്നിൽ എടുത്ത് നീ പോയി കൂട്ടി, ആ വാക്ക് ഞാൻ പറയുന്നില്ല, പൊടിയെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീനെയാണ് ഞാൻ പുകഴ്ത്തി പാടേണ്ടത്. ഇനിയും ഞാൻ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കണം. അവരെ രൂപക്കൂട്ടി ഞാൻ ഇനിയും ഇരുത്തുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ സിമിക്കും
ആർക്കും ഡേനയ്ക്കും സിമിനെ മാത്രമേ ഞാൻ പറഞ്ഞത്. എൻ്റെ വായിൽ വീഴുന്ന പേരുകളാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. പ്രവീണ, ഇവരെല്ലാം പറഞ്ഞനുസരിച്ച് ഞാൻ ക്ഷമിച്ച് ഓർത്ത് ഇനി മുന്നോട്ട് പോകണം. എനിക്ക് ഇനി ക്ഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശബ്ദം ഉയർത്തേണ്ട അടുത്ത് ഞാൻ ഉയർത്തിയില്ല. അതായത് ഈ സോഷ്യൽ മീഡിയയിലല്ല, ഞാൻ അവരുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവരെന്നെ പലപ്പോഴും ജാതിയുടെ പേരിലും എന്നെ കളറിൻ്റെ പേരിലും നിലവിളക്ക്, നമ്മുടെ വീട്ടിൽ വന്നത് കരിവിളക്കാണ്, അതിനെ നിലവിളക്കാക്കണം ഉറച്ചെന്ന് പറഞ്ഞ് ഒരുപാട് വട്ടം എന്നെ ആഹാരം പോലും സമാധാനത്തോടെ കഴിപ്പിക്കാൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു, അവരുടെ മകൻ്റെ കുഞ്ഞുണ്ടായിരുന്ന പോലും ഒരു പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ലായിരുന്നു. അവർ അത്രമാത്രം അവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ മകനില്ലാത്ത ദിവസങ്ങളിൽ പോലും എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോടോ എൻ്റെ അമ്മയോടോ ഞാൻ എൻ്റെ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പോലും പറയാതിരുന്ന ഓരോ രാത്രികളുണ്ട്. ഞാൻ കരഞ്ഞാതെ ഇവിടെ ഒന്നെങ്കിൽ കുളിക്കുമ്പോൾ പോരും. ഇപ്പം ഞാൻ നമ്മൾ ഷവറിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളത്തേക്കാളും കൂടുതലും എൻ്റെ കണ്ണീര് എൻ്റെ ശരീരത്തോട് പോയിട്ടുണ്ടെന്ന് പറയണം. അത്രമാത്രം ഞാൻ ഉച്ചത്തിൽ ഒരു കരയുന്ന ഒരു വ്യക്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ കരയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പതറിപ്പോവും. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാവും. പിന്നെ എനിക്ക് സീഷർ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഉണ്ടോയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം സീഷർ എന്ന് പറഞ്ഞ അസുഖം ഉള്ളവർക്ക് അറിയാമായിരിക്കും. ആ അവസ്ഥയിലൂടെ കണ്ടു നമുക്ക് വരുമ്പോൾ അറിയൂല. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മയോ പറയുന്നത്, എൻ്റെ പോലെ നിനക്ക് സീഷർ വന്നായിരുന്നു, എന്നാ മോനെ വിഷമം, എന്തൊരു വിഷമം ഉണ്ടായെടുത്തു. ഇപ്പോഴും ഞാൻ അറിയുന്നില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വരുന്നെടുക്കുന്നത്. കാരണം അത്രമാത്രം സ്ട്രെസ്സും അത്രമാത്രം ഇതും എനിക്ക് എൻ്റെ മൈൻഡിലും എൻ്റെ ബോഡിയിലും ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ല രീതിയിൽ സീഷേഴ്സും കാര്യങ്ങളൊക്കെ വന്നൊരു സമയത്ത് പോലും അവരെൻ്റെ അസുഖത്തെ പോലും അത്ര രീതിയിലാണ് അവമാനിച്ചിട്ടുള്ള. അറിയാവോ, അവർക്ക് ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് അത്ര ഭീകരമായിട്ട് രീതിയിലാണ് അവരത് കണ്ടിട്ടുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങൾ സിമി എന്ന് പറഞ്ഞ ചേച്ചിയോ അല്ലെങ്കിൽ പ്രവീണ, നിങ്ങളാരും എൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അനുഭവം നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാവാം നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളുടെ വീട്ടിലുള്ളൊരു നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിക്കോ ആണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അങ്ങനെയൊക്കെ അനുഭവിച്ച ഒരാളാണ് അവളെ വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തെല്ലാം പേരുകളാണ് എനിക്ക് ചുമർത്തി തരുന്നത്. എന്നെ മുട്ടച്ചിന്ന് വിളിച്ച് കളിയാക്കുന്നത് എനിക്ക് ആ അസുഖമുള്ളതുകൊണ്ട് ഈ അസുഖമുള്ളതുകൊണ്ടാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെ, അവിടെ വീട്ടുകാരിങ്ങനെയാണ്, അവിടെ വീട്ടുകാർ അങ്ങനെ പോയതാണ് ഇങ്ങനെ പോയതാണ്, വേര് ചാടിയാൻ പറ്റും. ഞാൻ വേര് ചാടി നിങ്ങളുടെ വീടിൻ്റെ വേര് ചാടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ. ഞാൻ ഒരു വേലിയും ചാടാൻ പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ 2 പേരെയും കൂട്ടുകാരെ വീട്ടിൽ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സ്നേഹിച്ചതും എടുത്തത്. ലാസ്റ്റ് നിമിഷം അവരുടെ മകനെ ഇത്ര പവൻ സ്വർണം, ഞാൻ ഓപ്പണായിട്ട് പറയാം, അവർ എൻ്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും സംസാരിച്ചു. എനിക്ക് ആഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 10 പവൻ സ്വർണം അല്ലെങ്കിൽ 20 പവൻ 25 പവൻ സ്വർണം ഇത്ര ലക്ഷം രൂപ വാങ്ങിച്ച് എൻ്റെ മകനെ കെട്ടിച്ച് വിടണമെന്നുള്ള, കെട്ടിച്ച് വിടാനല്ല ഇങ്ങോട്ട് കയറി വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വളർത്തിയതാണ്. അവിടെ എൻ്റെ എല്ലാം നഷ്ടമായ ഒരു അമ്മ, ആ അമ്മയുടെ പകയാണോ മകൻ അത്രയും സ്നേഹിച്ച അല്ലെങ്കിൽ ആ ഒരു കയറി വെച്ചിരുന്ന മരുമകൾ എന്തെങ്കിലും ക്രൂരത എന്തെങ്കിലും കാണിക്കണം. ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അവരെ ഞാൻ ആ വീട്ടിലുള്ളിടത്തോളം കാലം നോവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയാം. ക്ഷമയുടെ നെല്ലിപ്പലയം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞ് അവർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ വൈകാതെ, മകൻ ഇരിക്കെ തന്നെ പറയുക, നീ വൈകാതെ വിധവയാവൂടി. അന്നും നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് നിങ്ങളൊന്ന് ആദ്യമേ ചിന്തിക്കണം. ഇപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വിധവ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഡോ ആയിരിക്കുന്ന ആ ഒരു സ്ത്രീക്ക് അറിയത്തുള്ളൂ അവരെന്തോ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു, ആരും ഇല്ലാത്തൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം. അത് അത്രയും ഭർത്താവിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കേ മനസ്സിലാവത്തുള്ളൂ. കാരണം ആ ഭർത്താവിനെ അത്രയും ഇതോടുകൂടി ക്രൂരനാണെന്ന് കണ്ട് ആളുകളിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമില്ലാതെ കല്യാണത്തിനോട് പോലും താല്പര്യമില്ലാതെ കല്യാണം കഴിച്ച സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതിനോട് ഒരു വിഷമവും കാര്യങ്ങളും ഇല്ലായിരിക്കാം. പക്ഷെ എനിക്കങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത്രമാത്രം സ്നേഹിച്ചാണ് ഞങ്ങൾ 2 പേരും വിവാഹിതരായതും. ഈ കാലത്തോളം ഞങ്ങൾ സന്തോഷമാണ്, ഞങ്ങളുടെ സന്തോഷവും ദുഃഖങ്ങളും ഒരുമിച്ച് പങ്കിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കതൊരു വലിയ കാര്യമായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവരെ പോലുള്ള സ്ത്രീകൾക്കൊരു വലിയ കാര്യമായിരിക്കത്തില്ല. പക്ഷെ എനിക്കതല്ല. എൻ്റെ ഭർത്താവ് ഇരിക്കെ തന്നെ എൻ്റെ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തും കാലം ജീവനോടെ ഇരിക്കുക. നീ ഉടനെ വിധവയാവൂടി എന്ന് ഒരു ദേഷ്യത്തിനെ പുറത്ത് പറഞ്ഞതല്ല, അത് നിങ്ങളെ കേൾപ്പിച്ചു തരാം. കാരണം 1 വട്ടവും 2 വട്ടവും അല്ല അവർ പറഞ്ഞത്. ചങ്ക് പൊട്ടി മിനിങ്ങാതെ ഇവിടെ ഒന്ന് കരഞ്ഞു. അതീ കൂടെ നീ വിധവയാവും.
ഒരത്ര നീ ആവൂടി വൈകാതെ നീ ആവൂടി എന്ന് പറയുന്ന ആ ഒരു ഉറച്ച ഒരിതുണ്ടല്ലോ, അത് അവരെങ്ങനെ ആ ഒരു അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്ന അവരെ എങ്ങനെ ഒരു അമ്മ, അവരൊരു ക്രൂരയായിട്ടുള്ളൊരു സ്ത്രീ എന്നല്ല അതൊരു ഇതിലെല്ലാം ചേർക്കാൻ പറ്റില്ല. കാരണം അവരത്രയും ക്രൂരയാണ്. ആ ക്രൂരത അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, അനുഭവസ്ഥയാണ് ഞാൻ, അതിനൊരു ഇരയാണ്. ഇര ഞാനിവിടെ വീണ്ടും കരഞ്ഞ് ഇവിടെ എൻ്റെ പിള്ളേരെ മുലയൂട്ടാനോ അല്ലെങ്കിൽ എൻ്റെ പിള്ളേർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് ആരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അവരോട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹാപ്പിനെസ്സിനോട് ഒന്ന് സന്തോഷമായിട്ടിരിക്കാനോ ഒന്നും പറ്റാതെ എന്നെ അവരാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതെന്ത് ശരിയാണ്? അതിലെന്ത് ശരിയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? അവർ ഇത്രയും മാത്രം തെറ്റുകൾ ചെയ്തിട്ട് അവർ ലിപ്സ്റ്റിക്ക് വിട്ട് വന്ന് അവർ നല്ല സന്തോഷത്തോടു കൂടി അവർ ചെയ്യേണ്ട കാര്യങ്ങളും വന്ന് ചെയ്ത് അവർ നല്ല അഭിനയിച്ച് വന്ന് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഇതിനെല്ലാം കിടന്ന് അനുഭവിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനനുഭവിക്കണം? നിങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലാത്ത എന്തിനെന്നെ ജഡ്ജ് ചെയ്യുന്നു? സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീക്ക് എൻ്റെ മേലെ എന്ത് തെറ്റാണ് പറയുന്നത്? നിങ്ങളെ ഞാൻ അടിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഞാൻ മോശം എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിടത്തോളം കാലം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ മകളെയോ നിങ്ങൾ പ്രസവിച്ച മക്കളെന്ന് പറഞ്ഞ 2 മക്കളെ ആരെങ്കിലും ഞാൻ ദ്രോഹിക്കാനോ എടുക്കാനോ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ മകൾ ഉൾപ്പെടെയും എന്നെ ദ്രോഹിക്കാനോ എടുക്കണം. ഇപ്പം ഞാൻ പറയാമല്ലോ, എൻ്റെ നാത്തൂൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവിടെ ഫാസ്റ്റിൽ ഞാൻ വരുന്നതിന് മുന്നേ തൊട്ടേ അവിടെ ഫാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകൾ ഉൾപ്പെടെയും എന്നോട് ചെയ്ത തെറ്റുകൾ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ അവൾ എന്നോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു പുറത്ത് ഇപ്പം ഈ ഒരു നിമിഷം വരെ പോയതാണ്. അത് അവിടെ കൊണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ്. അവൾ അവിടെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്തു. ഒരു തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിൽ പരിധി ഒരു കാര്യവുമില്ല, അതിൽ നല്ലൊരു കാര്യമില്ല. കാരണം ആ ഒരു മനസ്സുണ്ടല്ലോ, അതെന്തിൻ്റെ പേരിലായിക്കോട്ടെ, ആരെ കാണിക്കാൻ പേരിലായിക്കോട്ടെ, അത് ഞാൻ അവളെ അതിന് സമ്മതിച്ചു കൊടുത്തു. അവിടെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, തെറ്റെന്ന് അതിന് അഡ്മിറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഞാൻ അവളെ ഒരിക്കലും ഇത് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നല്ലൊരു കാര്യമാണ്. കാരണം അതുപോലെ ഒരുപാട് വട്ടം ഞാൻ അവരുടെ മുന്നിൽ ഒരു തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ പോട്ടമ്മ ഇതൊക്കെ കഴിഞ്ഞത് വീട് എടുക്കാൻ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഇതല്ല ലൈഫ്, സോഷ്യൽ മീഡിയ അല്ല. അവരോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തതാണെന്നറിയാമോ? സ്നേഹത്തോടെ ഇത് കൊടുത്തു. അവളിപ്പോൾ ഓക്കെ ഇനി നാളെ പറയത്തില്ല, ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഓഡിയോസ് ഒക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർ അത്ര അഭിനയ പ്രതിഭയാണെന്നുള്ളത് തെളിയിക്കുക. നിങ്ങളെല്ലാം പറയും സിനിമയിൽ എടുപ്പിക്കാൻ അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളിടത്തോളം കാലം പറ്റത്തില്ല. ആരാ പറഞ്ഞേ അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമെന്നുള്ള കാര്യം? അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. കാരണം അവർ ജോലിയൊന്നുമല്ല. കാരണം ജോലി ഒറ്റയടിക്ക് അവരെ കൊന്നു കിടത്തും. പക്ഷെ അവരങ്ങനെയല്ല, ഇഞ്ചിഞ്ചായിട്ട് ഓരോരുത്തരെയും കൊന്ന് ഈ ഇല്ലാ കഥകൾ മെനഞ്ഞ് കള്ളം സത്യവാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം അത് പല വീഡിയോകളിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കള്ളങ്ങളും സത്യമാണെന്ന് തെളിയിച്ച് കഥകളൊക്കെ നമ്മൾ തെളിയിക്കേണ്ട അവസരം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീനെ ഇനി വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ഞാൻ അമ്മൂനെ, അതായത് എൻ്റെ നാത്തൂനെ വലിച്ചിടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ അവളോട് ക്ഷമിച്ച് പുറത്ത് പോയതാണ്. 2 കൂട്ടരും തെറ്റുകൾ എന്താണെന്നുള്ള അഡ്മിറ്റ് ചെയ്ത് 2 പേരും ആ വഴിക്ക് പോയതാണ്. അപ്പോൾ അവളെ ഇതിനകത്ത് വലിച്ചിടാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. ഇതിനകത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ എനിക്ക് മിഴേണ്ടി വരുമായിരിക്കും. കാരണം അതിനകത്ത് ഈ പറയുന്ന എൻ്റെ നാത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കത് മിഴുങ്ങി വേണ്ടായിരിക്കും. 2022 ഞാൻ ഇതിൻ്റെ അപ്പുറം സോഷ്യൽ മീഡിയയിൽ അറിയുന്നതിനപ്പുറം ഞാൻ അനുഭവിച്ചു പോയൊരു കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളാണ് എടുത്തത്. എന്ത് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു? അവർ ആത്മഹത്യക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ല. അവർ മകനെയും ബാക്കിയുള്ള അവരുടെ ബന്ധുക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പപ്പായുടെ, അതായത് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ് പപ്പായുടെ പ്രഷറിൻ്റെ ഗുളിക 1, പാരസിറ്റാമോൾ 2, 3 ഗുളിക കഴിച്ചതിൻ്റെ പേരിൽ അവർ ഞാൻ ആത്മഹത്യ ചെയ്തേ വീട്ടിൽ കഥ തുറക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് അവരുടെ സ്വന്തം അമ്മ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ഗുളിക കഴിച്ച് എടുത്തൊന്നും എനിക്കറിയത്തില്ല എന്ന് ഇത് പറഞ്ഞു. ആശുപത്രി കൊണ്ടുപോയി, മുത്തമ്മ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എടുത്തു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്ത് ഗുളിക കഴിച്ചെടുത്തതെന്ന് പറയാം, അല്ലെങ്കിൽ വയർ ക്ലീൻ ചെയ്യേണ്ടവർ. വയർ ക്ലീൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ വയർ ആ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ ഒരു വിഷം കഴിച്ച് മരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുളിക കഴിച്ച് അങ്ങനെ നമ്മുടെ എന്താ പറയുക ഉള്ളിൽ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞ് വയറ് ക്ലീൻ ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത്. ഭയങ്കര അതൊരു വേറെ ലെവൽ. നമ്മൾ
ആ നിമിഷം നമ്മൾ ചത്ത് വരെ പോകാൻ പറ്റുള്ള ഇതുണ്ട്. ഫുൾ ട്യൂബ് ഇറക്കി, അതായത് വായിക്കൂടെ ട്യൂബ് ഇറക്കി വയറ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യുക. ആ പ്രൊസീജിയറോടൊക്കെ പോകുക. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തിനാന്തൊരു കേസോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന പോലെ ഇല്ല, ഞാൻ ഇതിൻ്റെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചു, പിന്നെ പാരസെറ്റമോൾ കഴിച്ചെന്ന് അവരവിടെ തുറന്ന് സംസാരിച്ച കാര്യമാണ് ഡോക്ടറിൻ്റെ അടുത്ത്. അത് വിളിച്ച അമ്മാവനും, അതായത് ഈ സ്ത്രീയുടെ മൂത്ത അമ്മാവനും അമ്മയും നമ്മളെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമില്ലടാ. ആ സമയം നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഈ മൂത്ത അമ്മാവൻ എന്ന് പറഞ്ഞ ആളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിൽ ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളോട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാൻ എടുക്കുക ചെയ്യണം. നമ്മൾ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞത് അവരെയും അതുപോലെ തന്നെ നമ്മുടെ തൊട്ട അയൽക്കൊത്ത് മേളിൽ താമസിക്കുന്ന അനിഷേട്ടനെയൊക്കെ ആയിരുന്നു. അവർ 2 കൂട്ടരാണ് പെട്ടെന്ന് ഓടിയെത്തിയതും എടുത്തൊക്കെ. അപ്പം എല്ലാവരും പേടിച്ചു, എന്ത് പറ്റി എന്തോ എന്നുള്ള രീതിക്കായിരുന്നു. കാരണം അതുപോലെ ഇതായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തുറക്കുന്നുണ്ട്. മയക്കോ അങ്ങനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗുളിക കഴിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. ആ ഗുളിക കഴിച്ചു എന്നുള്ളത് തുറന്ന് പറഞ്ഞുള്ള മനസ്സ് കാണിച്ചു കേട്ടോ. ആ ഒരു പ്രശ്നത്തിനകത്ത് എന്തോ വരാൻ പോകുന്നത്, എന്തോ ആ ഒരു ആത്മഹത്യക്കകത്ത് എന്തോ ആളുകളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗുളിക എടുത്ത് കഴിച്ചിട്ട്, ഞാൻ അന്ന് ഗുളിക എടുത്ത് കഴിച്ചത് ഭയങ്കര വേറെ രീതിക്കാണ് ഇപ്പോൾ ആക്കിയെടുക്കുന്നത്. ഞാൻ വലിയ ആത്മഹത്യ ചെയ്ത് കയറിട്ട് കെട്ടി തൂങ്ങി ചാവാൻ പോയ രീതിക്കാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് നിൽക്കട്ടെ. അപ്പം ഞാനൊരു കാര്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. 2022 ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ ഡേറ്റ് പറയാം, മാർച്ച് 14. ഇപ്പോഴും എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുള്ളത് കാണാറുണ്ടല്ലോ പപ്പ. ഈ സെയിം മെസ്സേജസ് തന്നെ ഞാൻ 2 ഫോണിലോട്ട് അയച്ചിരുന്നു. ഒന്നും സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഫോണിലോട്ടും അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ ഫോണിലോട്ടും. അപ്പോൾ നാത്തൂൻ്റെ കാര്യം ഞാൻ വിടുവാണ്. അപ്പോൾ 2 ഫോണിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മരണമൊഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇത് എത്രമാത്രം ഇതുണ്ടെന്നുള്ളത് 2024 2022 എൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ മരണത്തിൽ ഉത്തരവാദികൾ, ഞാൻ അന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ വ്യക്തിയാണ് കേട്ടോ. മരണത്തിൽ ഉത്തരവാദികൾ സിന്ധു അമ്മയും നാത്തു, പേര് ഞാൻ പറയുന്നില്ല, പിന്നെ പറയുന്ന ഫാദർ ആയിരിക്കും. കാരണം എന്നെ കെട്ടിക്കൊണ്ട് ചെന്ന് അന്ന് മുതലിട്ട് ടോർച്ചർ ചെയ്യുവാണ്, മെൻ്റലിയും ഫിസിക്കലിയും. ഇപ്പോഴും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പലരോടും ഓരോന്ന് പറഞ്ഞ് എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുക. അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ എന്നെ ഇല്ലാണ്ടാക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് അവരുടെ ഫാമിലിയിൽ, അതായത് ഞാൻ ചെന്ന് കഴിഞ്ഞും അല്ലാതെ ഉണ്ടായ ഫാസ്റ്റ് കുറേ കാര്യങ്ങൾ, അതായത് അത് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ വാങ്ങിക്കാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. അതായത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് കുറേ കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ എഴുതിയിരുന്നതാണ്. എന്തായാലും ഇനി എൻ്റെ മരണത്തോടു കൂടി അവർ ഇതിലും ഹാപ്പി ആകും. ലാസ്റ്റത്തെ ഒരു ലൈനാണ്, അമ്മയും എത്തിയും ഇപ്പോഴും ചെയ്യുന്നത് എത്രമാത്രമാണെന്ന് അറിയാമല്ലോ. കാരണം അവർക്കാണ് ഞാൻ അയച്ച മെസ്സേജ് ആണ്. അവർ റീഡ് ചെയ്ത് ഈ ബ്ലൂടീക്ക് കണ്ടല്ലോ, 2 ബ്ലൂടീക്ക് കണ്ടല്ലോ, അവർ റീഡ് ചെയ്ത കാര്യങ്ങളാണ് ഇത്രയും. കാരണം അത്രമാത്രം എന്നെ ഇത് ചെയ്തിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർ പലപ്പോഴും കുത്തി ഓരോന്ന് പറയും. എന്നെ കുത്തുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ ആരെയാ? അവർക്ക് വേറെ മകനോ മരുമകളോ ഒന്നുമില്ല. അവർ പിന്നെ ആരെയാ പറയുന്നത്? അവർക്ക് ഞങ്ങളെ വിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. അവരൊന്നെങ്കിൽ ക്യാപ്ഷനിലോ തമ്മിലോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത്, അവർ പറയുന്നത് നമ്മൾ അവരെ വിട്ട് കാശുണ്ടാക്കുന്നത്. അവർ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഉണ്ടാക്കിയിട്ടല്ലേ. അവർക്കല്ലാതെ ഏതൊരു വീഡിയോയ്ക്ക് എൻ്റെ വ്യൂവേഴ്സ് കണ്ട ഇത് അറിയാമെന്ന് പറഞ്ഞു. വ്യൂവേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് സ്വന്തം ചാനലിലെ വ്യൂവേഴ്സ് നോക്കിയിട്ട് സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ ഒന്ന് വിലയിരുത്തും. എന്ത് പറഞ്ഞാലാണ് താങ്കൾക്ക് ഇതുള്ളതെന്നുള്ളതൊന്നും വിലയിരുത്തിയിട്ട് പറയൂ. മനസ്സിലായോ? നിങ്ങളെന്താ വാങ്ങുന്നൊന്ന് സ്വയമേ ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കാര്യങ്ങൾ എവിടെയും ഒരു രീതിയിലും പറയണമെന്ന് നിങ്ങൾ ഒത്തിരി വട്ടം നിയമപരമായിട്ട് പോയിട്ട് നിങ്ങളോട് ഒത്തിരി വട്ടം ഞാൻ ക്ഷമിച്ച് പുറത്ത് പോയിട്ടുള്ളതാണ്. ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ ഇനി ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. നിങ്ങൾ പറയുന്നത് ഇനി എന്നെ ജയിലിൽ കയറ്റാനാണോ താല്പര്യമെങ്കിൽ ജയിലിൽ കയറ്റിയിട്ടാണെങ്കിലും സന്തോഷം അടയാട്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങൾ ജയിലിൽ പോകാനുള്ള കുറ്റങ്ങളാണ് ചെയ്തേക്കുന്നത്. അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കണ്ടേ? അങ്ങനെ വിടാൻ വേണ്ടി പറ്റുമോ? തെറ്റ് ചെയ്തവരെല്ലാം ചുമ്മാ അങ്ങ് കോടതി വിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട്
തെറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും ശിക്ഷ അനുഭവിക്കും. അത് നിങ്ങൾ പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ്, എനിക്ക് വിഷമമൊന്നുമില്ല, ഇനി അവർക്കത് കാണുന്ന സന്തോഷമായിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തുവാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ആ തെറ്റുകളൊക്കെ എല്ലാം നിങ്ങൾ അനുഭവിക്കട്ടെ. കാരണം അനുഭവിക്കാൻ ബാധ്യതരാണ്. ഈ 47 വയസ്സിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇനി റിമാൻഡിലായാലും അല്ലെങ്കിൽ ജയിലിൽ പോയാലും വന്നിരുന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചാനലുണ്ടല്ലോ യൂട്യൂബിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം ചപ്പാത്തി ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊക്കെ അനുഭവിച്ചു, ജയിലിൽ ഇത്ര അഴിയുണ്ട്, എന്നെ ഇന്ന പോലെ അവർ കയറ്റി, എനിക്കിതിൽ സന്തോഷമുള്ള നിങ്ങൾ ഹാപ്പി ആയിട്ട് സംസാരിക്കാനുള്ളൊരു സിംഗപ്പെണ്ണാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പേടിക്കുന്നത്, നിങ്ങൾ പേടിക്കാൻ പറ്റുന്നത് ജയിലിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. തെറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നാൾ ഇതിന് വേണ്ടി അനുഭവിക്കണം, മനസ്സിലായോ? ഇത്ര നാളെ എന്നെ ഇട്ട് അനുഭവിച്ചില്ലേ, ഇനി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അനുഭവിക്കണം, മനസ്സിലായോ? തെറ്റ് ചെയ്താൽ അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ്, മനസ്സിലായോ? ഞാനൊരു തെറ്റ് ചെയ്യാത്ത പക്ഷം ഞാൻ എന്തിനനുഭവിക്കണം? സിന്ധു പറയൂ, ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മേലെയാണ് ഞാൻ ചാർത്തുന്നത്. ഈ പറയുന്ന എല്ലാവരുടെയും പേരിൽ, അതായത് പ്രവീണ, സിമി, പിന്നെ വേറൊരു ചാനലിൻ്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരെന്നെ വിറ്റേനാണ്. കാരണം വിറ്റേനാണ്. അവർക്ക് ഇവരെ അറിയാവോ, എന്നെ അറിയാവോ? എന്നോട് പറഞ്ഞു എൻ്റെ കെട്ടിയവനെ എന്നെയോ ഒന്നും അറിയാതെ എന്തുവാ എന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വളാന്ന് കുറേ പറഞ്ഞുകൊണ്ടിരിക്കാൻ അറിയാം. എന്തോ നിങ്ങൾ പറയുന്നു അവർ അമ്മയല്ലേ, അവരെ ഇട്ട് വിഷമിക്കുന്നത്. ഞാനൊരു അമ്മയാണ്, മനസ്സിലായോ? എന്നെ ഇരുന്ന് ടോർച്ചർ ചെയ്യുന്നതിന് ഒരു പരിധി ലിമിറ്റ്സും ഉണ്ട്. ഞാൻ ഒത്തിരി ക്ഷമിക്കും, ഭൂമിയോളം താഴും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റ്സ് ശരിക്കും എല്ലാവരും അങ്ങനെ തന്നെ. എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി എടുക്കാനൊന്നും പറ്റത്തില്ല. മൂക്ക് പിടിക്കുമ്പോൾ ചെവി അടഞ്ഞ് പോയിട്ട് ചെവിയെ പിടിച്ച് അപ്പോൾ ഒത്തിരി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ക്ഷമിച്ച് ഓർത്ത് ഇനി പോയിട്ടുണ്ടെങ്കിലും ഇന്നും ഇങ്ങനെ കരഞ്ഞും അവർക്ക് ഓർക്കൊണ്ടിരിക്കാം. അപ്പം ഇത് നമുക്ക് നിയമപരമായിട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നേരിടാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും വന്നിരുന്ന് പറ, തിരിച്ച് എനിക്ക് പറയാനുള്ളത് ഞാനും വന്നിരുന്ന് പറയും. അതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയും. വിത്ത് പ്രൂഫോടുകൂടി വന്നിരുന്ന് ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. പണ്ട് പോട്ടെ അന്ന് സംസാരിച്ചതും ഇന്ന് സംസാരിച്ചതും സ്നേഹത്തോടും സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ സ്നേഹത്തോടും സംസാരിച്ച സമയത്തോടൊന്നും ഉള്ളതൊന്നും അല്ല റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അന്ന് നിങ്ങളുടെ മകൾ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡിലേക്ക് ആവാനുള്ള സമയം ഉണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ്, മനസ്സിലായോ? പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ പകൽക്ക് മെസ്സേജ് ഇട്ടാണ് ഞാൻ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട സമയത്ത് പോലും നിങ്ങൾ എന്നോട് സ്നേഹം അഭിനയിക്കുവാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു നിമിഷമാണ്. നിങ്ങളുടെ മകൾക്ക് മെസ്സേജ് ഇടുവാണ്. അവൾ ഒരു ജീവിതമായിട്ട് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴും അവളെയും കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഇടുവാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി വീട്ടിൽ പോയ സമയത്ത് മെസ്സേജ് ഇട്ടേക്കാൻ മകളുടെ ഫോണിലോട്ട് ഓഡിയോ ആണ് വാട്സപ്പിൽ. അതായത് എൻ്റെ അമ്മയുടെ കൂടോത്രത്തിലാണ് അവൻ പോയി നിൽക്കുന്ന, ഏത് നേരം അവിടോട്ട് തുളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെല്ലാം വർത്താനം പറയാൻ പറ്റുമോ അത്രത്തോളം മോശമായിട്ട്. എൻ്റെ വീട്ടിലോട്ട് എന്ത് തളർത്തെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും കണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു വിട്ടായിരുന്നു ഇങ്ങോട്ട്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു അമ്മ അതിനടുത്ത് വേണം നീ ഒന്ന് പോയി കുഞ്ചൂസിനെ വീട്ടുകാരെ സഹായിക്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് വിട്ടായിരുന്നു എടുക്കണം? അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒന്നും അന്നം കഴിക്കാൻ ഇല്ലാത്തവരോ? അങ്ങനെയാണ് നിങ്ങൾ അത്രയും താഴ്ന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത്. നിങ്ങൾ വളർത്തി വിട്ട മകൻ മാത്രം കൊണ്ട് തന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്ന വീട്ടുകാരായിരുന്നു ഞങ്ങൾ, ആണോ? ഇത് ചോദിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട്. ഞങ്ങൾക്ക് അച്ചാച്ചനെ ഇത് ചെയ്തെന്നാണെന്ന് ഓർത്തോണം. കാരണം അത്രമാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകനെ പ്രസവിക്കുക മാത്രമല്ല സ്ത്രീ, വളർത്തുന്നത് മാത്രവുമല്ല, മുന്നോട്ടെങ്ങനെയാണ് ആ മകനോട് അല്ലെങ്കിൽ മകൻ കൊണ്ടുവന്ന മകളോടും മരുമകളോ എന്തോ ആക്കട്ടെ, ഒരിക്കലും ഒരു അമ്മാനയ്ക്ക് ഒരു മരുമകളെ മകളായിട്ട് കാണാൻ പറ്റത്തില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു മരുമകൾക്ക് ഒരു അമ്മായിമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അതിലെപ്പോഴും ഒരു ഇതുണ്ട്. നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും ചിലപ്പം ചില വീടുകളിൽ അമ്മായിമ്മമാരും ആയിരിക്കും ഇതായിട്ടിരിക്കുന്നത്. ചിലവർ ഭയങ്കര മുറ്റ സാധന മരുമക്കളായിരിക്കും. അങ്ങനെയുള്ള മരുമക്കളായിരിക്കാം വന്നിങ്ങനെ നടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞിട്ട് അവൾമാരെല്ലാം പറയുന്നവന്മാരെല്ലാം പറയുന്നത് കേട്ടോണ്ട് ഞാനിരിക്കണോ? ഞാൻ അങ്ങനെ ഒരു മരുമകളല്ല, നിങ്ങളെപ്പോൾ ഒരു മരുമകളല്ല, മനസ്സിലായോ? ഞാൻ എൻ്റെ വീട്ടുകാരെയും അവരെല്ലാം സ്നേഹിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു മകളാണ്, മനസ്സിലായോ? ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. ഒരു പരിഗണന, ഒരു മാനസിക പരിഗണന എനിക്ക് തരണം. എൻ്റെ മുടിയെ മൊട്ടയടിച്ച് നിങ്ങൾക്ക് മുടി, നിങ്ങളെല്ലാവരും സ്ത്രീകളാണല്ലോ. ഈ കമൻറ്റ് ഇടുന്ന ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. കാരണം പേരുകൾ കേൾക്കുമ്പോൾ അറിയാലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മുടിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു വട്ടങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മുടി ഞാൻ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്നുള്ളത്? ഞാനത് ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അതിനൊരു മനസ്സുണ്ടായിരുന്നു, മനസ്സിലായോ?
ഞാനതിൽ ഭയങ്കര പ്രൗഡാണ്. എനിക്കൊരു സന്തോഷവും ഞാൻ അതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം എന്നിൽ നിന്ന് ഒരാൾക്ക് ഇതുണ്ടായെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് മനസ്സിലങ്ങനെ ഒരു കാര്യം വന്നു. ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന 100% സന്തോഷമായിരുന്നു. പക്ഷെ എൻ്റെ മുടി പളനിയിൽ ചെന്നിട്ട് ഇറക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും നെഞ്ചിന് ഭയങ്കര വിഷമവും ഇതായിരുന്നു. കാരണം മുടി ഇങ്ങനെ ഇറക്കി താഴോട്ട് ഇങ്ങനെ വീഴും തോറും എൻ്റെ കണ്ണീര് അതിൻ്റെ ഒപ്പം താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു വിഷമം നമുക്ക് വരും. അങ്ങനെ അത് അങ്ങനെയാണ്. അതങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോയവർക്ക് മനസ്സിലാവും. പക്ഷെ അതിനെ പോലും നിങ്ങൾ കളിയാക്കി സംസാരിക്കുകയും ചെയ്യാനായിട്ട് എന്ത് റൈറ്റ്സാണ് നിങ്ങൾക്കുള്ളത്? എന്നെ മൊട്ടച്ചി, എന്നെ എന്തെല്ലാം പേരുകൾ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവരെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് സഹിക്കുമോ? കുറേ യൂസേഴ്സ് വന്നിട്ടുണ്ട്. കുറേ ഇപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ കുറേ യൂസേഴ്സ് വന്നിട്ടുണ്ട്. എന്നെ സൈക്കോ എന്നും എന്നെ ഇതൊന്നും വിളിക്കാൻ വേണ്ടി. ഞാൻ സൈക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇതാ ഉള്ളത്? ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ജീവിക്കണം. ഞാൻ പറയട്ടെ, ഈ പറയുന്ന സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീക്ക്, സിന്ധു ഒരു അമ്മയാണ്, അതുപോലെ തന്നെ ഞാനും ഒരു അമ്മയാണ്, അതുപോലെ തന്നെ ഒരു മരുമകളും കൂടെയാണ്. ഇപ്പം എനിക്ക് അമ്മായിമ്മയില്ല കേട്ടോ, അതുകൊണ്ട് മരുമകളെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. എനിക്കിപ്പോൾ ഒരു അമ്മായിമ്മയോ ഇല്ല, അമ്മായിപ്പനും ആരും ഇല്ല. അപ്പം ഞാൻ ഒരു മകളും കൂടാണ്. അപ്പം ഞങ്ങൾക്കും ജീവിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം ഈ പറയുന്ന സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ മതിയോ? ഞാനും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നൊരു പെണ്ണാണ്. എനിക്കും ജീവിക്കണ്ടേ? എനിക്ക് എൻ്റെ ഇതിനു വേണ്ടി ജീവിക്കണ്ടേ? എൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ അപ്പൻ അന്നെന്നുള്ളത് കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴിവാക്കി എല്ലാ ദിവസവും, ഞായറാഴ്ച ജോലിയോട് കിട്ടാവോ അതിനും ജോലിക്ക് പോകാൻ തയ്യാറായിട്ടുള്ളൊരു അച്ഛനാണ് എൻ്റെ. അല്ല നിങ്ങളെപ്പോലെ ഇപ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന് വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന് വളവളാന്ന് സംസാരിച്ച് 2 കർക്കഷണത്തിനകത്തോട്ട് എന്നും ഉണ്ടാക്കുന്ന കാര്യം കാണിച്ചെന്ന് വന്ന് പൈസ ഉണ്ടാക്കി മരുമകളെയും മകനെയും കുത്തി പറഞ്ഞ് പൈസ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ വിശ്വസിച്ച് കണ്ട വീട്ടിൽ ഇരിക്കുന്നവർ തരുന്നത് വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ അപ്പനും എൻ്റെ കെട്ടിയവരും ഞാനും അധ്വാനിക്കുന്ന കാശിനാണ് ഞാൻ ഇരുന്ന് ഭക്ഷിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്നത് മാത്രം മാത്രം യൂട്യൂബിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്ന മാത്രം കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് മാത്രം വരുമാനമുള്ളതെന്ന് പറയുന്നു. നിങ്ങളുടെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട് എടുക്കണമെന്ന് പറയുന്നു. ആ ഭർത്താവിനെ പോലും രണ്ടാം ഭർത്താവിനെ പോലും അത്ര മോശമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പിണക്കങ്ങൾ പോലും മാറ്റി ഞാൻ സംസാരിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഈ അജിതകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, വീട്ടിൽ വന്ന ഒരു വ്യക്തി കാരണമാണ് ഞങ്ങളുടെ ഫാമിലി പ്രശ്നം. അതായത് ഫാമിലി ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടായിരുന്നൊന്നുമല്ല, പലതും സംസാരിച്ച് അവൾ എന്നെ വിളിക്കാനുള്ള തെറികൾ കാര്യങ്ങളൊക്കെ വിളിച്ചു. അത് വേറെ ആ വിളിച്ചതിൻ്റെ പേരിൽ ഹസ്ബൻഡ് പെങ്ങളെ നേരെ റൈസായി, ചൂടാമയുടെ റൈസായി, അടിക്കും ഒന്നും ചെയ്തില്ല. പക്ഷേ മകൾ അത്രയും തെറി അനാവശ്യം മുഴുവൻ സ്വന്തം ആങ്ങളേനെയും ആങ്ങളുടെ ഭാര്യയും വിളിച്ചപ്പോൾ പോലും അമ്മ ഒരു ഉതിർത്തൊരു വാക്കേടി, നീ ഒന്നും സംസാരിക്കാതിരിക്കും, മിണ്ടായിരിക്കും, ഇന്നും ഇങ്ങനെ പറയാതെന്ന് പോലും പറയാത്തൊരു സ്ത്രീയെ വന്ന് അജിതകുമാർ എന്ന് പറഞ്ഞ സ്ത്രീയോട് കള്ളക്കഥകൾ മുഴുവൻ പറഞ്ഞ് പരത്തി കമൻസിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു. അത് പറയാൻ വേണ്ടി നമ്മൾ ആക്കിയതിന് ശേഷം ഇരുന്ന് അവർ പറയാം ഞങ്ങൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല എന്ന്. എന്ത് ഇതാണ് പറയുന്നത്? നിങ്ങൾ ഇപ്പോഴും അജിതകുമാരോട് മാത്രമല്ല, ശ്വേത എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. ശ്വേതനെ ഞാൻ പേര് പറയണമെന്ന് ശ്വേത ഈയിടെയും കൂടെ എന്നോട് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക. എൻ്റെ പേര് എവിടെയും പറയരുത്, ഇനി എന്നെ അത് ബാധിക്കും, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചാനൽ എൻ്റെ പേരൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു ശ്വേതനെ അറിഞ്ഞാൽ ശ്വേതയോട് പറഞ്ഞ കാര്യങ്ങളല്ലേ ശ്വേതനോട് പറഞ്ഞേക്കുന്നത്? കള്ളം വല്ല ശ്വേതനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. അല്ല ഞാൻ ഉള്ളതാ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എൻ്റെ പേര് എവിടെയും പറയലെടുക്കുന്നത്. കാരണം ശ്വേത എന്ന് പറഞ്ഞൊരു ഐഡി, ഈ പ്രവീൺ ആസ്വിമി എന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഡെയിലി ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിച്ച് സംസാരിക്കണം, സോ ഇതിനൊന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ എന്നെ സംസാരിക്കണം, എനിക്കൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞറിയുന്നുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയില്ലെന്നോ. അമ്മ എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് സംസാരിക്കണം, ഞാൻ എന്താ സംസാരിക്കാനുള്ളൂ? അല്ല എന്നോടത്ത് അമ്മയും ഈ പറയുന്ന നാത്തൂനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ എന്ത് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അവർക്കുള്ള എന്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്താ ഉള്ളത് എന്താണെന്ന് വെച്ച് ഇട്ട് തരാൻ പറഞ്ഞു. എനിക്ക് അവരോട് ചോദിക്കണമല്ലോ, എനിക്ക് അവരോട് ഇതിലൂടെ അല്ലെങ്കിൽ നേരിട്ട് എനിക്ക് അവരോട് ചോദിക്കണമല്ലോ, നിങ്ങൾ എന്തുവാണ് എന്നെ അടുത്ത് ഇതെന്തൊക്കെ കാര്യങ്ങളെന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു അതെനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റത്തില്ല, നല്ലതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, ഇത്ര മാത്രമല്ല, നല്ലതൊന്നും സുഖിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്? അതെനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണ് പറഞ്ഞത്? 2 പേരെയും പേര് പറഞ്ഞു. അപ്പം ഈയിടെ നാത്തൂനെ കാണാൻ വേണ്ടി ഇടയുണ്ടായി. നാത്തൂനോട് സംസാരിച്ച് ഞാൻ ഇന്ന വേറെ കാര്യങ്ങൾ പറഞ്ഞു, അവളെ കാണിച്ചു കൊടുത്തു. നീ സംസാരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, സത്യമാണെന്ന് പറഞ്ഞു. ഓക്കെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തെറ്റ് മനസ്സിലാക്കി
പോയതാണ്. ഞാൻ അവളെ ഇതിനകത്ത് വെറുതെ വിടുന്നു. ഈ പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ഒത്തിരി പേരോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളോട് ഈ പ്രശ്നം നടന്നുകൊണ്ട സമയത്തൊക്കെ ഒത്തിരി പേര് സംസാരിക്കും, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, നിങ്ങൾ വിഷമിക്കാതെ. അപ്പോൾ അവർ ഒരു കൊച്ച്, എന്നെക്കാളും റാങ്ക് കൊണ്ട് വെച്ചാൽ കൊച്ച് പറഞ്ഞ് എൻ്റെ അമ്മ വിളിക്കുമായിരുന്നു, സിന്ധമ്മേനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ചി ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, അങ്ങനെയൊക്കെ ഒത്തിരി അനാവശ്യം മോശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എൻ്റെ അമ്മ പറയോ അങ്ങനെയാണോ, കൊച്ചിനെ കണ്ടാൽ പറയത്തില്ല അങ്ങനെ. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. സ്നേഹിച്ചിരിക്കെ തന്നെ കഴുത്തറുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് അവരെ ഞാൻ ഇനിയും വാഴ്ത്തി പൊക്കി പൊടിച്ചുകൊണ്ട് നിൽക്കാം. അവരിപ്പോഴും പറഞ്ഞ് അവരെന്നെ എടുത്തടിച്ചിട്ടില്ല, ഫോൺ അമ്മയുടെ കയ്യിൽ നിർത്തി. അതെ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ ഒരു കൈ കൊണ്ട് നിലത്തടിച്ച് കാലുകൊണ്ട് കോതുകാലിട്ട് വീഴ്ത്തിയ സ്ത്രീയാണ് നിങ്ങൾ. എടുത്തടിച്ച സ്ത്രീയാണ്. നിങ്ങളുടെ ചെരുപ്പ് തെറിച്ച് കിടപ്പുണ്ടായിരുന്നില്ല. എൻ്റെ കാല് ഞാൻ സ്വയമേ എടുത്ത് ചാടി തന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ്. ഞാൻ രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുമായിരുന്നു എടുത്ത് ചാടാൻ വേണ്ടിയിട്ട്. എത്ര കള്ളമാണ് നിങ്ങൾ. ഒരു കള്ളത്തിന് മേലെ ഉണ്ടല്ലോ, എത്ര കള്ളമാണ് സത്യമാക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നതെന്നറിയാവോ. എന്നാണെങ്കിൽ ഇതെല്ലാം കൂടെ വന്ന് തീരും. പിന്നെ ഇനി എനിക്ക് ഈ ലാസ്റ്റ് പറയാനുള്ള കാര്യം പറഞ്ഞെ, ഈ പറയുന്ന എല്ലാവരോടും ഇതൊന്നുമല്ല സത്യം, മനസ്സിലായോ? ഈ സിന്ധു പറയുന്ന ഒന്നുമല്ല സത്യം. ഇതെല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സത്യം എന്താണെന്നുള്ളത് കോടതി തെളിയിട്ടെ. അത് വരെ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണ്, ഇതാണ് ഇന്നതാണെന്ന് പറയാനുള്ള എന്ത് റൈറ്റ്സ് ആണുള്ളത്? സത്യം എന്താണെന്ന് തെളിഞ്ഞതിന് ശേഷം വന്നിരുന്ന് ചിലയ്ക്ക്, മനസ്സിലായോ? എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഇതുപോലെ ഒച്ചത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വരാൻ നോക്ക്. ഇപ്പം ഞാൻ ഒച്ചത്തോട് നിന്ന് സംസാരിക്കുന്നത് എൻ്റെ ന്യായത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായോ? അന്ന് നിങ്ങൾ സത്യം ഒന്ന് തെളിഞ്ഞ് ഈ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയുടെ നേരെ സത്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നേരെ എന്തെങ്കിലും പറയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കും. ഞാൻ ഈ സംസാരിക്കുന്നതോടെ തന്നെ സുകന്യ ഇന്നതാണ്, സുകന്യ എന്ന് പറഞ്ഞോ, എൻ്റെ പേരെടുത്ത് പറഞ്ഞോ. അല്ലാതെ എന്നെ കുഞ്ഞൂസും മുത്തച്ഛനും വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാരവും ഒരുത്തിക്കുമില്ല, മനസ്സിലായോ? എൻ്റെ വീട്ടുകാരെയും പറയാനുള്ള ഒരു അധികാരവും ഒരുത്തിക്കുമില്ല. ഇതുവരെ എൻ്റെ അമ്മയോ എൻ്റെ അപ്പനോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതിലാണ് അവർ ഇപ്പോഴും മാറുന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടുകാരും എൻ്റെ അപ്പനും സംസാരിക്കാനുള്ള ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിൽ കാണാം സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ. ബി റെഡി വിത്ത് ദാറ്റ് ഡേ. ഓക്കെ, നിങ്ങൾ കുറേ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി വന്നിരുന്നാൽ മാത്രം പോരാ. നിങ്ങളൊരു അമ്മയല്ല, നിങ്ങളെ അമ്മയുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. ജോളി കുറേ അവരെ ഫാമിലിയോ എല്ലാവരെയും കൊന്ന് ആ സ്ത്രീയെക്കാട്ടിലും നശിച്ച ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. എന്നെ വിളിക്കുക. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറപ്പും വെറുപ്പോ. എന്നെ പലരും കമൻസിലൂടെ എന്നെ പറയുന്ന കേൾക്കാം, എന്നെ ആ മൊട്ടച്ചിയുടെ മുഖം കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നാറുണ്ട്, അമർഷം തോന്നി. എനിക്ക് ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖം കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നാണ്. അവർ അത്രമാത്രം ഫേസ് എക്സ്പ്രഷൻസും ഇട്ട് അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മേനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പടഞ്ഞു പോകും. കാരണം പറഞ്ഞാൽ ഒരു അമ്മേനെ സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പടഞ്ഞു പോകും. സത്യം അതുപോലെ അഭിനയമാണ്. എന്നിട്ട് അവരെ പിറ്റേത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റീൽസിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാലോ, അയ്യോ എൻ്റെ അമ്മേ, ഓസ്കാർ അല്ല കൊടുക്കണ്ടേ, അതിന് അവാർഡ് ഓസ്കാർ ഒന്നും കൊടുത്താലൊന്നും തീരത്തില്ല, മനസ്സിലായോ? രൂപക്കൂട്ടിലിടണമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഞാൻ എല്ലാം ക്ഷമിച്ച് ഉടമ്പടി എടുത്തൊരു സ്ത്രീ. ഞാൻ കൃപാസനത്തിൽ പോയൊരു വ്യക്തിയാണ്. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും വിശ്വാസം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എല്ലാം ഞാൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കുറേ കാര്യങ്ങളെല്ലാം പറ്റി. കൃപാസനത്തിന് കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും. അവിടുന്ന് അച്ഛൻ പറയാം, കൃപാസനം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കണം, അല്ലെങ്കിൽ അവരോട് ഒരു കാര്യത്തെ വാക്കുന്ന 2 കൈ കൂട്ടിയടിച്ച ശബ്ദം കേൾക്കത്തുള്ളൂ എടുക്കുന്നത്. നമ്മൾ മാറിപ്പോകണം എടുക്കണം, ഇതൊക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അവരെവിടെ അവർ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അവരൊന്നും ചെയ്യാതെ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നിട്ട് മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തിരുന്നിട്ട് അവർ തന്നെ ആ മാതാവിനെ അത്രയും ഇത് പരിശുദ്ധയാന്ന് പറഞ്ഞ് മാതാവിനെ ആരാധിക്കുവാന്ന് കള്ളത്തരം കാണിച്ചുകൊണ്ട് ആ സ്വന്തം, അതായത് വാങ്ങിച്ചുകൊണ്ട് വെച്ച മാതാവിനെ സ്വന്തം കൈ കൊണ്ട് എറിഞ്ഞ് പൊടിച്ച സ്ത്രീയാണ് ഇരുന്ന് ഇപ്പോഴും പറയുന്നത് ഞാൻ മാതാവിനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ അവർ ഒരു മനസാക്ഷിക്ക് ചോദിക്കണം, അവർ തന്നെയല്ലേ, ഞാനല്ലേ അതിനെ എറിഞ്ഞു പൊട്ടിച്ചത്, ഞാൻ അതിനെ എറിഞ്ഞു പൊട്ടിച്ച് ഞാനല്ലേ, എന്നിട്ട് ഞാൻ എൻ്റെ തലയിലോട്ട് അവരെടുത്ത് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചെന്ന് അവർ വിധി ചെയ്യുക ചെയ്യുന്നത്. ആ സ്ത്രീക്ക് ഇത്തിരിയെങ്കിലും ഒരിതുണ്ടോ? ദൈവത്തിനോട് ആരെങ്കിലും ഇത്രയെങ്കിലും ഭയമുണ്ടോ? ഇല്ല. ദൈവത്തിനെയും അതിന് കൂട്ടുപിടിക്കുക. ഞാൻ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് കൂട്ടുപിടിക്കുക. അങ്ങനെയുള്ള വിശ്വാസികളെയും കൂട്ടുപിടിക്കുക. അത്രയ്ക്കും വലിയ കഴിവാനുള്ള സ്ത്രീയാണ്. മകൻ പലപ്പോഴും ഇവിടെ എന്ത് പറയുന്നത് കേൾക്കാം, ഇവരെന്ത് കള്ളത്തിന് പറയുന്ന ഓരോരുത്തരോ കള്ളങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പം അവരൊപ്പം ജീവിച്ച് ഇത്ര നാൾ അവരൊപ്പം ഞാൻ വരുന്നതിന് മുന്നേ ജീവിച്ച മകൻ തന്നെ പറയൂ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ജ്യൂസേ
അത്രയ്ക്കും കള്ളത്തരങ്ങളും ഇതുവാ പറയുന്നത്. കാരണം ഇത്ര വലിയ കള്ളിയാണ് അവർ. കള്ളി എന്നുള്ളത് അവരൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവർ കള്ളിയായിരുന്നു, പണ്ടേ കടകളിൽ നിന്നും അവിടെ ഇവിടെ നിന്നും പണ്ടേ കള്ളിയായിരുന്നു. അവരെ കള്ളി എന്നുള്ളത് വേറൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ സൈക്കോ എന്നും അവർക്ക് എന്നെ വട്ടാണെന്നും അവർക്ക് എന്നെ പെലച്ചീന്നും അവർക്ക് എന്നെ മുട്ടച്ചീന്നും എന്നെ നല്ല കരിവളക്കെന്നും ഒക്കെ വിളിക്കാൻ പറ്റുന്ന ആ സ്ത്രീയെ ഇന്ന് വരെ ഞാൻ വേറൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അവർ നിങ്ങൾ വെറും ഒരു കള്ളിയാണ്. നിങ്ങൾ എൻ്റെ നേരെ ഒരു കൈ ചൂണ്ടുമ്പം ബാക്കി 4 പേരിലും എൻ്റെ നേരെ എന്ന് പറയുന്നത് നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ എൻ്റെ ഒരു കൈ ബാക്കിയുള്ള കൈ മടങ്ങി തന്നെ ഇരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ ഒരു കൈയും എൻ്റെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നു. കാരണം നിങ്ങളെ ഞാൻ ഒരു വിധത്തിലും ദ്രോഹിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഞാൻ എൻ്റെ സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പലപ്പോഴും വന്നപ്പോഴും വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ താന്നിരുന്നിട്ടുള്ളൂ. ഇനി ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. ആരെയും പേര് എവിടെ എടുത്ത് പറയാനോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിരുന്ന് പറയും. അത് നിങ്ങളുടെ ഏത് ഫാമിലിപ്പെട്ട ആരെ കുറിച്ചാണെങ്കിലും ഞാൻ പറയാനുള്ളത് വന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും ഇത് തുടരാനാ പ്ലാനെങ്കിൽ നമുക്ക് തുടരാം. എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ സ്ട്രോങ് ആവണമെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാനേ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മിണ്ടാതിരിക്കും തോറും ഞാനിപ്പോൾ രാവിലെ തൊട്ട് ഇന്നലെ ഒരു 3 മണി തൊട്ട് വെളുപ്പിന് 3 മണി തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമം. അതുപോലത്തെ മെസ്സേജസാണ്, കമൻസുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാനൊരു സൈക്കോയോ കാര്യങ്ങളൊന്നുമല്ല. മുട്ടച്ചി, കുഞ്ചപ്പൻ, സൊമാലിയ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസും കാര്യങ്ങളൊന്നും മുട്ടയില്ല നമ്മുടെ തല. മുട്ടച്ചി ഓക്കെ, ആ പേര് ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ ഞാനൊരു സൈക്കോ അല്ല. മനസ്സിലായി? ഒരു സൈക്കോ അല്ല. സൈക്കോപാത്ത് എന്നൊക്കെ പറയുന്നത് ഉപ്പുതറ വില്ലേജ് 10 ഏക്കറിൽ റേഞ്ചി വീട്ടിൽ സിന്ധു ആണ് സൈക്കോ. കാരണം സൈക്കോത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയാണ് കേട്ടോ. കാരണം ഒത്തിരി സൈക്കോത്തരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സൈക്കോപാത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ വളർന്നുകൊണ്ടിരുന്ന ഫാമിലിയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടൊക്കെ അവർക്കൊക്കെയാണ് സൈക്കോകളെ തിരിച്ചറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഞാൻ സൈക്കോ അല്ല. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ സൈക്കോസ് ആയിട്ടുള്ള ആരും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സിന്ധു, എൻ്റെ പൊന്നു സ്ത്രീയെ, സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. നിങ്ങൾ നിങ്ങളുടെ മുറ്റമോ നിങ്ങളുടെ പരിസരമോ എന്നാന്ന് വെച്ചാൽ കാണിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തു. അതിനകത്ത് ദയവ് ചെയ്തു ഒന്നും വന്ന് പറയാതിരിക്കുക. പറയും തോറും ഞാൻ വന്ന് ഇനി ഇതിൻ്റെ അപ്പുറം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഒരു പേടിയും ഇനി ഉണ്ടാവത്തില്ല. ഇത്രയും നാളും ഞാൻ ഒത്തിരി താന്നു. ഇനി ഞാൻ തല താഴ്ത്തത്തില്ല. നമുക്ക് നേരിട്ട് കാണാനായിട്ട് നമുക്ക് ഇത് വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഒരു ഇത്രയെങ്കിലും ധൈര്യം ഉണ്ടോ? ചങ്ങനാശ്ശേരിക്ക് ബസ് കയറാൻ പോയിട്ടുണ്ട്. ഞാൻ ഉപ്പറ വരാം. സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടോ? നേരിട്ട് ഈ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നീ എന്നോട് ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നാളെ വന്ന് വീഡിയോ ചെയ്യും. ഇപ്പോൾ ഒരു കണ്ടന്റ് ആയില്ല, 2 ദിവസത്തേക്കുള്ളൊരു കണ്ടന്റ് ആയില്ല. അപ്പം ഞാൻ തന്നില്ല. അപ്പം ഈ വീഡിയോ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് പുറമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വഴിയെ നമുക്ക് കാണാം. അപ്പം സിന്ധുവും ചെയ്യുക, ഈ പറയുന്ന ചാനലുകാരും ചെയ്യുക, കമൻറ്റ്സ് ഇടുന്നവർക്കും ഇടാം. കാരണം നിങ്ങളെ ഒന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവിച്ചവർക്ക് മാത്രമേ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ സ്ട്രോങ് ആണ്, പക്ഷേ ഞാൻ കുറേ വീക്ക് ആവാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാലും കുറയുമ്പോൾ ഞാൻ വീക്ക് ആവും. കാരണം അതാണ് ഞാൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പലർക്കും അയ്യോ ഇതാണ് കുഞ്ചൂസ്, ഇങ്ങനെയാണോ കുഞ്ചൂസ് എന്ന് വിചാരിക്കും. ഇങ്ങനെയാണോ കുഞ്ചൂസ് വെച്ചാൽ ഇങ്ങനെയല്ല കുഞ്ചൂസ് തന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കുഞ്ചൂസ് കടന്നു പോകാറുണ്ട്. ആ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ദേഷ്യവും അമർഷവും ഉണ്ട്. മനുഷ്യരല്ലേ, ദേഷ്യവും അമർഷവും ഉണ്ട്. അതുപോലെ തന്നെ വിഷമവും സങ്കടങ്ങളും ഉണ്ട്. അത് വരുമ്പോൾ കണ്ണ് നിറയുമോ? ദേഷ്യം വരുമ്പോൾ ദേഷ്യവും വരും. അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജസ് മാറാം, നമ്മുടെ കണ്ണുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈ പൊക്കാം, അങ്ങനെയൊക്കെ വരും. മനസ്സിലായോ? നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ബൊത്തി കുറേ നേരം മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ കൈ ഓങ്ങുമ്പോൾ നിങ്ങൾ എത്രയെന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കും. ഞാൻ ഒത്തിരി അങ്ങനെ പിടിച്ചു നിന്ന ഒരാളാണ്. എന്നെ പിടിച്ച് പൊക്കി തറക്കി എടുത്തപ്പോഴും തിരിച്ച് എന്നേക്ക് അടിച്ച് നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിലും അടിക്കാനുള്ള ആരോഗ്യമുള്ളൊരു കെട്ടിയാനുണ്ടായിരുന്നു എന്നെ അടിച്ചത്. അപ്പോൾ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഇത് ചെയ്യാൻ വേണ്ടി പോയില്ല. അമ്മ എന്താ കാണിച്ചതെന്നേ ചോദിച്ചുള്ളൂ. അമ്മ എന്തിനാ അവളെ എന്തിനാ അടിച്ചതെന്നെ 10 വട്ടം ചോദിച്ചോണ്ട് അപ്പോഴേക്കും അവർക്കൊന്നും ഒരു മറുപടി ഇല്ലായിരുന്നു. എന്നിട്ട് അവർ ക്യാമറ നോക്കി എന്താ പറഞ്ഞത്, എടുത്ത് ചാടിയെന്ന്. ഞാൻ 2 നില കെട്ടിടത്തിന് മുകളിൽ നിൽക്കുമായിരുന്നില്ല എടുത്ത് ചാടാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് കേസ് വഴി തന്നെ തെളിയിക്കാം. അപ്പം അതിനൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു.